നമസ്കാരം. 10 വയസ്സുകാരിയായ സ്വന്തം മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പിതാവിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കൊല്ലം 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് വിധി പ്രസ്താവിച്ചത്. കൂടാതെ ബാലനീതി നിയമപ്രകാരം 3 വർഷം തടവിനും ഇന്ത്യൻ ശിക്ഷാ നിയമം 354B പ്രകാരം 7 വർഷം തടവിനും ശിക്ഷിച്ചിട്ടുണ്ട്. 2021 പ്രതി സ്വന്തം മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയായിരുന്നു. പെൺകുട്ടി 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സംഭവം. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് കുട്ടിയെ മാതാവ് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന് അറിയുന്നത്. അപ്പോഴേക്കും ഗർഭാവസ്ഥ 7 മാസം പിന്നിട്ടിരുന്നു. തുടർന്ന് കുട്ടിയുടെ മാതാവ് ഗർഭം അലസിപ്പിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിച്ചു. അതിനുശേഷം 31 ആഴ്ച ഗർഭിണിയായ അതിജീവിതയെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സിസേറിയൻ നടത്തി. ജനിച്ച കുഞ്ഞ് 9 ദിവസത്തിന് ശേഷം മരണപ്പെട്ടു. ആരോപണ വിധേയനായ പ്രതി അവളുടെ സ്വന്തം പിതാവാണ്. ആരോപണം ശരിയാണെങ്കിൽ അതിൽ ലജ്ജിക്കുന്നു. തീർച്ചയായും സമൂഹം മുഴുവൻ ഇതേ കാരണത്താൽ തലകുനിക്കണം എന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ പരാമർശിച്ചിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടറായ UP വിപിൻ കുമാറിന്റെ നേതൃത്വത്തിൽ കണ്ണനല്ലൂർ പോലീസാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സോജോ തുളസീധരൻ, അഞ്ജിത രാജ്, റെജി C രാജ് എന്നിവർ ഹാജരായി. ASI മഞ്ജുഷ പ്രോസിക്യൂഷൻ സഹായിയായിരുന്നു.